മന്ത്രിസഭാ യോഗം ഇന്നും ചേരും. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ മുഴുവൻ അജണ്ടകളും പൂർത്തിയാക്കാൻ കഴിയാതെ വന്നതോടെയാണ് ഇന്നും യോഗം ചേരാൻ തീരുമാനിച്ചത്. 7 മണിക്ക് ഓൺലൈനായാണ് യോഗം. സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിവസം കുറയ്ക്കുന്നതിലെ തീരുമാനം ഇന്നുണ്ടായേക്കുമെന്നാണ് സൂചന. റഹീസ് റഷീദ് ചേരുന്നു. റഹീസ്, നിർണായകമായ തീരുമാനങ്ങൾ എന്തെങ്കിലും ഇന്നുണ്ടാകുമോ? റോഷ്നി, ഒരുപക്ഷെ ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗമായിരിക്കും ഇന്നുണ്ടാവുക. നാളെ ഞായറാഴ്ചയാണ്. മറ്റന്നാൾ തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. നിർണായകമായ ജനപ്രിയമായ പല തീരുമാനങ്ങളും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും ഉണ്ടാകാനാണ് സാധ്യത. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിലെല്ലാം ആളുകളെ ഡയറക്റ്റ് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ സാമുദായിക സംഘടനകൾക്ക് എയ്ഡഡ് പദവി നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാറുണ്ട്. ഇന്ന് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും സന്തോഷം നൽകുന്ന തീരുമാനം, അതായത് ആഴ്ചയിൽ 5 ദിവസം മാത്രം പ്രവൃത്തി ദിവസം എന്നൊരു തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗം എടുക്കുമെന്നാണ് കരുതുന്നത്. ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ അത് തീരുമാനമായി വരും എന്ന് കരുതിയെങ്കിലും കുറേ അധികം അജണ്ടകൾ, തീരുമാനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് അത് എടുത്തിരുന്നില്ല. ഇന്നെന്തായാലും വരും എന്ന കാര്യമാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഈ ശബരിമലയിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഇന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സംസ്ഥാന സർക്കാർ എഴുതി നൽകണം. അത് തീരുമാനമായി എടുക്കേണ്ടതുണ്ട് മന്ത്രിസഭയ്ക്ക്. അതും ഇന്ന് രാവിലെ അല്പസമയത്തിനകം 7 മണിക്ക് മന്ത്രിസഭാ യോഗം, ഇപ്പോൾ 6:53, 7 മണിക്ക് മന്ത്രിസഭാ യോഗം തുടങ്ങും. ആ മന്ത്രിസഭാ യോഗത്തിൽ അക്കാര്യവും ഉണ്ടാകും. ഇന്നലെയൊക്കെ ഈ മലയോരത്ത് താമസിക്കുന്ന ആളുകൾക്ക്, ഈ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ആളുകൾക്ക് 10 ലക്ഷം രൂപയായിരുന്നു ഇതുവരെ സംസ്ഥാന സർക്കാർ നൽകിയിരുന്നത്. അത് 14 ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട്. ചില സാമുദായിക സംഘടനകൾ നടക്കുന്ന സ്ഥാപനങ്ങൾക്ക് എയ്ഡഡ് പദവി നൽകാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. മലയോരത്ത് തന്നെ നിയമക്കുരുക്കിൽപ്പെട്ട ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ പെട്ടെന്ന് ഒരു കൂട്ടം ആളുകളെ ഒപ്പം നിർത്താൻ പറ്റുന്ന തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുള്ള തീരുമാനങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസമായി മന്ത്രിസഭാ യോഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നും തുടരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശരി, റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.